ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മൾ ഹീറോ പ്ലഷർ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മളെല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം എയർ ഫിൽറ്റർ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി ബൂസ്റ്റൈവ് റോളർ വെയിറ്റൊന്നും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൽറ്റായാലും നിലവിൽ വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൻഡെക്സും ഇറക്കിയൊന്നും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ ആയാലും നല്ല ഫിൽറ്ററാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഭാഗമായാലും നിലവിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ബ്രേക്സൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല. കേബിളായാലും ചെറിയൊരു ഔട്ടർ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്നാലും അടുത്ത സർവീസിൽ നമുക്ക് നോക്കിയിട്ട് കൂടുതൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാറ്റി വിടാം കേട്ടോ. അതുപോലെ ഫ്രണ്ടിലെ പുഷുകളായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് ബാറ്ററി ഇരിക്കുന്നത് 2024 ബാറ്ററിയാണ്. സെൽഫിന് വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കില്ല. എന്നാലും നമുക്ക് ബാറ്ററിക്ക് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.406 റേഞ്ചിൽ വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും 9.86 റേഞ്ച് വരെ കിട്ടുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് അതിനെ ഉപയോഗിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ കസ്റ്റമർ മാറ്റണ്ടെന്നാണ് പറഞ്ഞത്. കസ്റ്റമർ ഇന്നലെ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ അയച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓയിൽ ലെവലൊക്കെ നല്ല രീതിയിൽ ലെവൽ കുറവാണ്. അപ്പോൾ ഇന്നലെ കുറച്ച് പഴയ ഓയിൽ വെച്ചിട്ട് ലെവലാക്കി കൊടുക്കുകയാണ്. ഇതിപ്പോൾ സർവീസിന് വന്നു കഴിഞ്ഞപ്പോൾ കസ്റ്റമർ മാറ്റണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓയിൽ വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഞാൻ അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.